റോയ് ചായ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ഇപ്പൊ ഈ ശബരിനാഥനെ ഇറക്കിയുള്ള പുതിയ പരീക്ഷണം എത്രത്തോളം ഗുണം ചെയ്യും? അത് കോൺഗ്രസ് സമീപകാലത്തൊന്നും സ്വീകരിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനൊക്കെ വളരെ മുമ്പ് തന്നെ പകുതിയോളം സീറ്റുകളിലേക്ക് അവർ സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞു. ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും എല്ലാവരും വളരെയധികം ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ശബരിനാഥൻ്റെ സ്ഥാനാർത്ഥി നിർണയമാണ്. ശബരിനാഥൻ്റെ പിതാവ് ജി കാർത്തികേയൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരിക്കുമ്പോൾ 1980 വർക്കലയിൽ നിന്ന് ആദ്യമായിട്ട് മത്സരിക്കുന്നു. അന്ന് ഐ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്, ഇന്ദിരാ കോൺഗ്രസ് ആയിരുന്നു അവരൊക്കെ. അന്ന് കാർത്തികേയൻ വർക്കൽ രാധാകൃഷ്ണനോട് തോറ്റുപോയി. അത് കഴിഞ്ഞ് 82 തിരുവനന്തപുരം നോർത്തിൽ നിന്നാണ് കാർത്തികേയൻ ജയിക്കുന്നത്. പിന്നീട് 87 അതേ നിയോജകമണ്ഡലത്തിൽ തന്നെ എം വിജയകുമാറിനോട് തോറ്റുപോവുകയും ചെയ്തു. അങ്ങനെ ഏതാണ്ട് ഒരു 5 വർഷം പിന്നെ നിയോജകമണ്ഡലം പിന്നെ MLA അല്ലാതെ കഴിഞ്ഞ കാർത്തികേയൻ പാർട്ടി തീരുമാനിച്ച് 91 കാർത്തികേയനെ ആര്യനാട്ടേക്ക് മത്സരിക്കാൻ വർഷങ്ങളായിട്ട് 1967 മുതൽ RSP അവരുടെ കുത്തക മണ്ഡലമാക്കി വെച്ചിരിക്കുന്ന സീറ്റായിരുന്നു ആര്യനാട്. അപ്പോൾ അവിടെ മൂന്ന് പ്രാവശ്യം അടുപ്പിച്ച് 80 മുതൽ 91 വരെ അവിടെ നിന്ന് സ്ഥിരമായി ജയിച്ചുകൊണ്ടിരുന്നത് RSPയുടെ കെ പങ്കയാശനായിരുന്നു. RSPയുടെ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വളരെ മുതിർന്ന ഒരു നേതാവാണ്, മന്ത്രിയായിരുന്നു ഒക്കെ തന്നെ. അങ്ങനെ വളരെ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെയും ഒരു വക്താവൊക്കെ ആയിരുന്നു കെ പങ്കയാശൻ. അപ്പം കെ പങ്കയാശനെ പോലെ ഒരാളെ നേരിടാനായിട്ട് കാർത്തികേയൻ അവിടെ വരുന്നത്. അപ്പോൾ കാർത്തികേയൻ വലിയ പ്രതീക്ഷയൊന്നും അന്ന് ആര്യനാട്ടിനെ കുറിച്ച് ഇല്ലായിരുന്നു. കാരണം 67 മുതൽ ഇടതുപക്ഷ പാർട്ടികൾ മാത്രം കുത്തകയാക്കി വെച്ചിരിക്കുന്ന ഒരു മണ്ഡലത്തേക്കാണ് കാർത്തികേയൻ വരുന്നത്. കാർത്തികേയൻ അവിടെ തികച്ചും അപരിചിതനാണ്. വർക്കല സ്വദേശിയാണ് കാർത്തികേയൻ. പക്ഷേ ഇവിടത്തേക്ക് വരുന്നു. കാർത്തികേയൻ ആദ്യ കന്നി തെരഞ്ഞെടുപ്പിൽ 91 3480 വോട്ടിനാണ് കെ പങ്കയാശനെ പോലെ വളരെ ഒരു കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് കാർത്തികേയൻ ആ മണ്ഡലം സ്വന്തമാക്കി വെച്ചു. പാർട്ടി ഏൽപ്പിച്ച ഒരു ദൗത്യമായിരുന്നു ആര്യനാട് പോലൊരു സ്ഥലത്ത് പോയി മത്സരിക്കുക. കാരണം സിറ്റിയിലെങ്കും മത്സരിക്കാൻ സീറ്റ് പോലും ഇല്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കൊണ്ടുപോയി മത്സരിക്കുന്നു. മന്ത്രിയാകുമെന്ന് കരുതിയെങ്കിലും അന്ന് മന്ത്രിയാവാൻ പറ്റിയില്ല. പക്ഷേ പാർട്ടിയുടെ ദൗത്യം, പാർട്ടി ഏൽപ്പിച്ച ചുമതല കാർത്തികേയൻ ഏറ്റെടുത്ത് പോയി മത്സരിച്ചു. അത് ജയിക്കുകയും ചെയ്തു. അതേപോലെ സമാനമായ ഒരു ദൗത്യമാണ് ഇപ്പോൾ ഈ ശബരിനാഥനെ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മണ്ഡലത്തിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നത് 80കളുടെ തുടക്കത്തിൽ എങ്ങാണ്ടായിരുന്നു ഈ കോർപ്പറേഷൻ കോൺഗ്രസ് ഭരിച്ചത്. അതിനുശേഷം കോൺഗ്രസ് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത സ്ഥിതിയിലാണ് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ്റെ അവസ്ഥ. പ്രത്യേകിച്ച് BJPയുടെ വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെയധികം ശുഷ്കിച്ചു പോയി. പക്ഷേ എന്ത് വില കൊടുത്തും ഒരു തെരഞ്ഞെടുപ്പ്, ഒരു മത്സരം ഫീൽ ചെയ്യിക്കുക എന്നുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ശബരിനാഥനെ ഇവിടെ ഇറക്കിയിരിക്കുന്നത്. ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ കാണേണ്ടത്, മാസങ്ങൾക്ക് മുമ്പ് KPCC ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ചുമതല ഏൽപ്പിച്ചിരുന്നത് ഇപ്പോൾ KPCCയുടെ വർക്കിംഗ് പ്രസിഡൻ്റായ PC വിശ്വനാഥനായിരുന്നു. PC വിശ്വനാഥ് തുടക്കത്തിൽ എന്തൊക്കെയോ ചില പ്രാഥമിക പണികളൊക്കെ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് മറ്റ് ചുമതലകളുണ്ട്. വർക്കിംഗ് പ്രസിഡൻ്റുണ്ടായപ്പോഴത്തേക്ക് അത് ഉപേക്ഷിച്ചിട്ട് പോയി. പിന്നീട് കെ മുരളീധരനെ മുൻ KPCC പ്രസിഡൻറ്റിനെ ഈ കോർപ്പറേഷൻ്റെ ചുമതല ഏൽപ്പിച്ചതിന് ശേഷം വന്ന വലിയൊരു മാറ്റമാണ്. അതായത് കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് നിരന്തരം തിരുവനന്തപുരത്ത് താമസിച്ചുകൊണ്ട് അദ്ദേഹം ഈ പാർട്ടിയുടെ ഈ 100 വാർഡുകളിലും കോൺഗ്രസ് ഉള്ളിടത്തും ഇല്ലാത്തടത്തും എല്ലാം പാർട്ടി പുനഃസംഘടിപ്പിക്കാനും ഉള്ള ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ച് ഇതൊരു ആവേശം ഉണ്ടാക്കാൻ വേണ്ടി അയാൾ കഠിന പ്രയത്നം കെ മുരളീധരൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ കഴിഞ്ഞ ദിവസം 48 സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. ഞാൻ അതിനകത്ത് കണ്ട ഏറ്റവും ഒരു പോസിറ്റീവായ കാര്യം, ജയിക്കുകയോ ജയിക്കാതിരിക്കുകയോ അത് വേറെ കാര്യം, പക്ഷേ ഏറ്റവും പോസിറ്റീവായിട്ട് കണ്ട ഒരു കാര്യം, കോൺഗ്രസിൻ്റെ ചരിത്രത്തിലില്ല, കോൺഗ്രസിന് അങ്ങനെ ഒരു പാരമ്പര്യവും ഇല്ല. ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോലും ഒരു വാർഡിലൊരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ 100 പേരുടെ പേര് പറഞ്ഞ് ഉണ്ടാക്കി അലമ്പാക്കുന്ന ഒരു സംസ്കാരത്തിനകത്തു നിന്ന് കോൺഗ്രസ് മോചനമൊന്നും നേടിയിട്ടൊന്നുമില്ല. അതൊക്കെ ഇപ്പോഴും അതിൻ്റെ ഭാഗമാണ്. പക്ഷേ ഈ 48 പേരെ പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് 24 മണിക്കൂർ കഴിഞ്ഞു. ഒരു അവശബ്ദം പോലും എങ്ങും കേട്ടില്ല. ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ആരുടെയും പരാതിയോ KPCCയിലേക്ക് മാർച്ച് നടത്തുകയോ ഒന്നും കേട്ടില്ല. അത് നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന ഒരു പാർട്ടിയുടെ അവസാന ബസ് പിടിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് ആയിട്ട് വേണം ഇതിനെ കാണാൻ. അപ്പോൾ ശബരിനാഥനെ പോലൊരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കുന്ന ഒരു മെസ്സേജാണ്, കറക്റ്റ് മെസ്സേജാണ്. അതായത് ഒരു MLA ആയിരുന്ന ഒരാൾ, കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഞാൻ കേട്ടിട്ടില്ല,
ഒരു MLA ആയിരുന്ന ഒരാൾ ഒരു കോർപ്പറേഷൻ വാർഡിലേക്ക് വന്ന് മത്സരിക്കുന്നു. MLA എല്ലാ കോൺഗ്രസ്സുകാരുടെയും മനസ്സിലെ ആഗ്രഹം എന്താണ്? MLA ആകുക, മന്ത്രിയാകുക, മുഖ്യമന്ത്രിയാകുക, പ്രധാനമന്ത്രിയാകാൻ പറ്റുമെങ്കിൽ അതാവുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആഗ്രഹങ്ങളാണ് ഉള്ളവരാണ്. പക്ഷേ ഇങ്ങനെ ഒരു 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 ചലഞ്ച് ഏറ്റെടുക്കാൻ, ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ ധൈര്യം കാണിച്ച ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ ശബരിനാഥിനെ അഭിനന്ദിക്കാതിരിക്കാൻ തരമില്ല. കാരണം ഒരു സാധാരണഗതിയിൽ യൂത്ത് കോൺഗ്രസിലോ KSUവിലോ വരുന്ന ഏതൊരാളും മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന MLA സ്ഥാനത്തേക്കാണ്. അവിടെ അയാൾക്ക് MLA ആയി മത്സരിക്കാനുള്ള സകല യോഗ്യതയുണ്ട്. ഇപ്പോൾ ചോദിച്ചാലും പാർട്ടി ഒരു സീറ്റ് കൊടുക്കാൻ ഒന്നുകിൽ ആരിനാണോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കിട്ടാൻ അർഹതയുള്ള ഒരാളാണ്. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് പാർട്ടിയുടെ ഒരു ചലഞ്ച് ഏറ്റെടുക്കാനായിട്ട് ശബരി കാണിച്ച ആ ധൈര്യം, ഒരു മുറിവുറുപ്പും ഇല്ലാതെ, അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒരു മുറിവുറുപ്പും ഇല്ലാതെ ഞാനല്ലേ MLA ആയിരുന്നു, 7 വർഷത്തോളം ഞാൻ MLA ആയിരുന്നു, എന്നെ വീണ്ടും ഇവിടെ കൊണ്ട് ഈ ലോക്കലിലേക്ക് കൊണ്ടിടുവാണോ എന്നൊക്കെ ഉള്ള ഒരു ചോദ്യമൊന്നുമില്ല. പക്ഷേ അയാളത് വളരെ സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത് മത്സരിക്കാനായിട്ട് തന്നെ തീരുമാനിച്ചിരിക്കുന്നു. അത് ഇപ്പോൾ എത്ര സീറ്റ് ജയിച്ചാലും, ഒരു 20 സീറ്റിൽ എത്ര കൂടിയത് വന്നാലും ഭരണം പിടിക്കുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഒരു 20 സീറ്റിന് മേളിലോട്ട് കോൺഗ്രസ് എത്ര പിടിച്ചാലും അത് കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവിൻ്റെ ഒരു സൂചനയായിട്ട് കാണേണ്ടി വരും. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 10-40 വർഷമായിട്ട് കോർപ്പറേഷൻ്റെ ഭരണത്തിലേ കോൺഗ്രസ് ഇല്ല. ഈ കഴിഞ്ഞ 2006 മുതൽ തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസിൻ്റെ സ്ഥിതി അതീവ ദയനീയമാണ്. ഇപ്പോൾ ഒരു MLA, അതിന് മുമ്പ് കഴിഞ്ഞ തവണ 2 സീറ്റ്, അതിനു മുമ്പ് 3-4 കണ്ട് ഒതുങ്ങി നിൽക്കുകയായിരുന്നു. അപ്പം അങ്ങനെ അസ്ഥിപഞ്ജരമായി നിൽക്കുന്ന ഒരു പാർട്ടിക്ക് ഈ ഒരു നീക്കത്തിലൂടെ തിരിച്ചു വരാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് വലിയൊരു നേട്ടം തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ പാർട്ടിയുടെ ഒരു ചലഞ്ച് ഏറ്റെടുക്കാൻ ഒരു ധൈര്യം കാണിച്ച്, ഇതിനകത്ത് 2 കാര്യം, ഇത് മുരളീധരൻ്റെ കൂടെ ഒരു വിജയമാണ്. കാരണം മുരളീധരനാണ് ഈ ചുമതല കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ തൊട്ട് മുമ്പേ ഉണ്ടായിരുന്ന BC വിശ്വനാഥായിരുന്നു. BC വിശ്വനാഥ് മാറിയതിന് ശേഷം വന്നാണ് മുരളീധരനെ ഏൽപ്പിച്ചത്. അപ്പോൾ മുരളീധരൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ്, മുരളീധരൻ്റെ പാർട്ടിയിലെ പ്രവർത്തകരുമായിട്ട് കണക്ട് ചെയ്യാനുള്ള മുരളീധരൻ്റെ ഒരു കഴിവ്, KPCC പ്രസിഡൻ്റായിരുന്നു, പിന്നെ 2 വട്ടം വട്ടിയൂർക്കാവിൽ നിന്ന് ജയിച്ച ഒരു സ്ഥാനാർത്ഥി MLA, പിന്നെ നേമത്തും കഴിഞ്ഞ തവണ മത്സരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ തിരുവനന്തപുരവുമായിട്ട് മുരളീധരൻ്റെ ഒരു കണക്ഷൻ തന്നെയാണ് ഇതിനൊരു പ്രധാന കാരണം. നമ്മൾ ഇതിനു മുമ്പ് എന്തായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്? ഇവിടെ AI ഗ്രൂപ്പ്, തമ്പാനൂർ രവിയും VS ശിവകുമാറും കൂടെ ചേർന്ന് കുറേ സ്ഥാനാർത്ഥികളെ വീതിച്ചെടുക്കുക, പാർട്ടിയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കുറേ പേരെ കൊണ്ട് മത്സരിപ്പിക്കുക, തോറ്റുപോവുക. അവർക്ക് ഈ കോർപ്പറേഷൻ പിടിക്കണമെന്നുള്ളത് കോൺഗ്രസിൻ്റെ ഒരിക്കൽ പോലും ഉള്ള അജണ്ടയിൽ കഴിഞ്ഞ ഒരു 10-30 കൊല്ലമായിട്ടേ ഇല്ല. അവരത് ഉപേക്ഷിച്ചിരിക്കുന്ന സാധനമാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും വേസ്റ്റുകളെ കൊണ്ട് മത്സരിപ്പിച്ച് ഇതായിരുന്നു, ഒന്നിൽ ആരുടെയും ഭാര്യമാരെ അല്ലെ ചേട്ടൻ അനിയൻ എന്നൊക്കെ പറഞ്ഞാൽ ജാതിയും മതമൊക്കെ നോക്കിയാൽ മത്സരിപ്പിക്കുക. അതിനൊരു മാറ്റം വന്നു. പക്ക രാഷ്ട്രീയക്കാരെ, പക്ക കോൺഗ്രസ്സുകാരെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഒരു വലിയ പോസിറ്റീവായ സൈനാണ്. അപ്പോൾ ശബരിയുടെ അതിനകത്ത് ഒരു പോസിറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ശബരി പാർട്ടിയുടെ മറ്റുള്ള, ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ചെറുപ്പക്കാരായ പലരും ഈ പാർട്ടിയുടെ ഇത്തരം ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ മടിച്ചു നിൽക്കുമ്പോൾ 38-39 വയസ്സേ ഉള്ളൂ ശബരിക്ക്. അങ്ങനെ ഒരാൾ MLA ആയിരുന്നു, MLA സ്ഥാനം പോയതിന് ശേഷം ഇങ്ങനൊരു ചുമതല ഏറ്റെടുക്കാൻ വരുന്നു എന്നുള്ളത് പോസിറ്റീവായിട്ട് സൈനാണ്. ഇപ്പോൾ ശബരിയെക്കുറിച്ച് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിര ആക്ഷേപം എന്താണ്? ഡൈയിങ് ഹാർനസിൽ വന്ന സ്ഥാനാർത്ഥി എന്നുള്ള. ഡൈയിങ് ഹാർനസിൽ വന്നൊന്നുമല്ല, കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട, അരുവിക്കരയിൽ നിന്ന് അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട എത്രയോ നേതാക്കന്മാരുടെ മക്കൾ മത്സരിച്ച് തോറ്റുപോയിരിക്കുന്നു, ഇല്ലേ? EMS ജീവിച്ചിരിക്കുന്ന കാലത്ത് EMSൻ്റെ മകൻ EM ശ്രീധരൻ നമ്പൂതിരിപ്പാട് ശ്രീകൃഷ്ണപുരത്ത് മത്സരിച്ചതാണ്. വലിയ മാർജിനിൽ അദ്ദേഹം തോറ്റുപോയതാണ്. അപ്പോൾ മകനായതുകൊണ്ടോ മകളായതുകൊണ്ടോ സ്ഥാനാർത്ഥി ജയിക്കണമെന്നില്ല. കരുണാകരൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് മുരളീധരനും പത്മജയും തോറ്റുപോയതാണ്. അപ്പം അതൊന്നും ഒരു ഘടകമേ അല്ല. ഇന്നാരുടെ മകനായതുകൊണ്ടോ മകളായതുകൊണ്ടോ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കാൻ നിർബന്ധം. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നിങ്ങളെ തിരഞ്ഞെടുക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. CPMൻ്റെ കോട്ടയായിരുന്ന മണ്ഡലത്തിലാണ് കാർത്തികേയൻ വന്ന് 91 വന്ന് മത്സരിച്ച് ജയിച്ച് മരിക്കുന്നിടം വരെ ആ മണ്ഡലം കയ്യിലാക്കി വെച്ചിരിക്കുകയായിരുന്നു, ഇല്ലേ? അപ്പോൾ അതാണ് ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയാൽ മതി. ഇപ്പോൾ കവടിയാറിൽ ശബരി മത്സരിക്കുന്നു. ജനങ്ങൾ ഇപ്പോൾ ശബരി അംഗീകരിക്കുകയാണെങ്കിൽ, ശബരിയുടെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുകയാണെങ്കിൽ ശബരി തിരഞ്ഞെടുക്കപ്പെടും, ഇല്ലെങ്കിലില്ല. പക്ഷേ അതിനെ ആ ചെറുപ്പക്കാരൻ ഏറ്റെടുത്തിന് ചലഞ്ച്, അതിനെ മാനിക്കാതിരിക്കാൻ തരവില്ല. അതൊരു വലിയൊരു കാൽവെപ്പ് തന്നെയാണ്. ഇതാണ് കോൺഗ്രസ് എല്ലായിടത്തും സമീപനം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് തിരിച്ചു വരവിനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഈ പഠിക്കുക വന്ന് കല ഉടയ്ക്കാതിരുന്നാൽ കൊള്ളാം.
ഞാൻ അതിനകത്ത് കണ്ട ഒരു കാര്യം, ഒരു പക്ഷേ അത് മുരളിയുടെ ഒരു നേതൃപാടവത്തിൻ്റെ ഗുണമായിരിക്കാം ഈ അലമ്പില്ലാതെ ഈ 48 പേരെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കെ എം മുരളീധരൻ്റെ ഏറ്റവും വലിയ ഒരു കഴിവിൻ്റെ ഭാഗമായിട്ട് വേണം നമ്മളതിനെ കണക്കാക്കാൻ. നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ കോൺഗ്രസ് ശുഷ്കിക്കുമ്പോഴാണ് BJP വളരുന്നത്. ഇപ്പൊ കോൺഗ്രസ് ശക്തമായ പോരാട്ടം നടത്തുന്നു. അപ്പോൾ ഒരു ശക്തമായ ത്രികോണ മത്സരം നടക്കും. അപ്പൊ ഇതിന്റെ നേട്ടം ആർക്കായിരിക്കും എന്നുള്ളത് ഒരു വലിയ ചോദ്യമല്ലേ. നമ്മളിപ്പോൾ ആരെയും എഴുതി തള്ളാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട്. BJP ആണ് ശക്തമായി നിൽക്കുന്ന അപ്പോൾ മുഖ്യ പ്രതിപക്ഷം അവരാണല്ലോ. കോൺഗ്രസ് വെറും 10 പേരേ ഉള്ളൂ. പക്ഷേ ഞാനതാ പറഞ്ഞത്, ഇവിടെ എന്തായിരുന്നു നടന്നുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. പണ്ട് കാലങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ DCC കൂടിയിട്ട് ഏതെങ്കിലും ചുമ്മാ വഴിയെ പോകുന്ന കുറേ കോൺഗ്രസ് എന്നുള്ള ബാനറിൽ കുറേ പേരെ നിർത്തി മത്സരിപ്പിക്കും, കുറേ പൈസ പിരിക്കും. ഇതിൽ എത്ര പേര് ജയിക്കുന്നത്? ഇത് സീരിയസ് ആയിട്ട് കോൺഗ്രസ് മത്സരം ഏറ്റെടുത്തിട്ടേ ഇല്ല. നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്, തിരുവനന്തപുരത്ത് DCCയോ അല്ലെങ്കിൽ KPCC ചുമതലയുള്ളവരോ കോർപ്പറേഷനിലേക്ക് ഭരണം പിടിക്കണം, 40 വർഷം മുമ്പ് പോയ ഭരണം തിരിച്ചു പിടിക്കണമെന്ന് ഈ 40 വർഷക്കാലവും കോൺഗ്രസ് ആഗ്രഹിച്ചില്ല. ഇവിടെ എന്തുവരെ നടന്നുകൊണ്ടിരുന്നത്, ഗ്രൂപ്പ് തിരിഞ്ഞു വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വീതം വെപ്പും അവരുടെ വീട്ടിൽ വേലയ്ക്ക് ഇരിക്കുന്നവരും പിന്നെ ഭാര്യമാർക്ക് പച്ചക്കറി വാങ്ങിക്കാൻ വരുന്നവരെയൊക്കെ പിടിച്ചാണ് നിർത്തി മത്സരിപ്പിക്കുന്നത്. ഒരു സീരിയസ് അല്ലെങ്കിൽ കാലുവാരി പരസ്പരം തോൽപ്പിക്കുക, ഇതായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്തുനിന്നൊരു മാറ്റമാണ് വരുന്നു. ശക്തമായ ത്രികോണ മത്സരം വന്നാൽ തന്നെ കോൺഗ്രസ് ഒരു 2ാം സ്ഥാനത്തോ കാണും വരുവാണെങ്കിൽ തന്നെ, ഞാനതാ പറഞ്ഞത്, കോൺഗ്രസ് 20 സീറ്റിന് മേളിൽ, അതായത് ഇപ്പം നിലവിൽ 10, അതിൽ ഒരു 20 സീറ്റിൽ എത്ര പിടിച്ചാലും കോൺഗ്രസിൻ്റെ ഒരു വലിയ തിരിച്ചുവരവായിട്ട് അതിനെ കാണണം. അതിൻ്റെ ഹോൾ ക്രെഡിറ്റ് 2 പേർക്കാണ്. ഒന്ന് കെ എം മുരളീധരന് ശബരിക്കുമായിരിക്കും. അതിനകത്തൊരു തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം അവരുടെ 2 പേരുടെയും സമീപനത്തിലും അവരുടെ 2 പേരും റിസ്ക് എടുക്കാനുള്ള അവരുടെ ഒരു ധൈര്യമാണ് ഇതിന് കാരണം. ജയിക്കുമോ ഭരണം വിട്ടുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ അവർക്കൊരു മത്സരം കാഴ്ചവെക്കാനെങ്കിലും കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ തിരുവനന്തപുരത്തെ 14 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വട്ടപൂജ്യമായിട്ട് നിൽക്കുക. ആകെ വിൻസെൻ്റ് മാത്രമാണ് കഴിഞ്ഞ 2 തവണയും ജയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്തുനിന്നൊരു മാറ്റം വരുത്താൻ കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ കോൺഗ്രസ്സിന്. കാരണം ഈ തെക്കൻ ജില്ലകൾ ജയിച്ചില്ലേ, കൊല്ലം തിരുവനന്തപുരമാണ് ഏതൊരു ഭരണത്തിനെയും അധികാരത്തിൽ കൊണ്ടുവരുന്നത്. ഈ 14, 28 സീറ്റിനകത്ത് ജയിക്കാൻ ഒരു പരമാവധി ഒരു പകുതി സീറ്റെങ്കിലും കോൺഗ്രസ്സിന് പിടിക്കാൻ കഴിഞ്ഞാലേ കോൺഗ്രസ്സിന് അധികാരത്തിൽ വരാൻ കഴിയും. ആ ബോധ്യമുള്ളത് കൊണ്ടാവാം ഇങ്ങനെയൊക്കെയുള്ള പരീക്ഷണങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നത്. ശബരിയെ പോലുള്ള ചെറുപ്പക്കാരൻ്റെ രാഷ്ട്രീയം ഇനി ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു മത്സരിച്ചതിൻ്റെ പേരിൽ അയാളുടെ രാഷ്ട്രീയ ഭാവിയൊന്നും ഇരുളടഞ്ഞു പോകാൻ പോകുന്നില്ല. ഒരുപക്ഷെ ഇവിടെ ജയിക്കുവാണെങ്കിൽ വീണ്ടും അടുത്ത അസംബ്ലിക്ക് തന്നെ സീറ്റ് കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചലഞ്ച്, പാർട്ടിക്ക് വേണ്ടി ഒരു ചലഞ്ച് ഏറ്റെടുക്കാൻ മുരളീധരനെ പോലെ പാർട്ടിക്ക് വേണ്ടി പാർട്ടിയെ ഏൽപ്പിക്കുന്ന ദൗത്യങ്ങൾ ഏറ്റെടുക്കാനുള്ള ധൈര്യമുള്ള ഒരാളെന്നുള്ളതിൽ ശബരി ഇനിയുള്ള ദിവസങ്ങളിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി നിൽക്കും. ഇപ്പോൾ KPCC ജനറൽ സെക്രട്ടറി എന്നുള്ള പോസ്റ്റിലുണ്ട്. എന്നാൽ പോലും ശബരിക്ക് ഒരുപാട് സാധ്യതകൾ ഇനിയുണ്ട്. നല്ല വിദ്യാഭ്യാസമുണ്ട്, പിന്നെ പാർലമെൻറ്റേറിയൻ എന്നുള്ള നിലയിൽ നല്ലതായിട്ട് പെർഫോം ചെയ്തു, യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ പെർഫോം ചെയ്തു. അതൊക്കെ അയാളുടെ പ്രൊഫൈൽ വളരെ ക്രിസ്റ്റൽ ക്ലിയറാണ്. അപ്പോൾ ആ സാധ്യതകളൊക്കെ ഉപയോഗിക്കാവുന്നേ ഉള്ളൂ.